ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിക്ടേഴ്സ് ചാനലിന്റെ സമാന്തരമായി നമ്മൾ തുടങ്ങിയ സോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അതിനകത്ത് നമ്മൾ ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണ്, ഇൻഹെറിറ്റൻസ്, ജെനറ്റിക്സ് എന്താണ്, പിന്നീട് ജെനറ്റിക്സിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിയായിരുന്നു. ആ ഹിസ്റ്ററിയിൽ ഗവർമെന്റലിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹം എക്സ്പെരിമെന്റുകൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഗാർഡൻ ബീയുടെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ സക്സസ് ആവാനുള്ള കാരണങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ മെന്റലിന്റെ ഡിസ്കവറി ഒരു റീഡിസ്കവറി എന്ന നിലയിൽ 1900 വന്ന 3 സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ മെന്റലിയൻ റീഡിസ്കവറി വരുന്നത് 1900, ആ ഒരു വർഷത്തിന്റെ പ്രാധാന്യം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഗാർഡൻ ബീയിൽ അഥവാ പൈസം സജൈവം എന്ന് പറയുന്ന പയറ് ചെടിയിൽ മെന്റൽ നടത്തിയ പരീക്ഷണം, ഇഷ്ടംപോലെ നമ്പർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ചെടിയാണ് പൈസം സജൈവം. അതിനകത്ത് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. എല്ലാവർക്കും ആ ഒരു 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതെന്നൊക്കെ അറിയാമല്ലോ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്റ്റെം ഹൈറ്റ് വരുന്നു അല്ലേ. അതിന്റെ 2 ഓൾട്ടർനേറ്റീവ് ഫോമുകളായിട്ട് തിരഞ്ഞെടുത്തത് ടോൾ ആൻഡ് ഡോർഫ് ആയിരുന്നു. രണ്ടാമത് ഫ്ലവർ കളർ, അതിനകത്ത് വയലറ്റും വൈറ്റും തിരഞ്ഞെടുത്തു. ഫ്ലവർ പൊസിഷൻ മൂന്നാമത്, അതിനകത്ത് ആക്സിലും ടെർമിനലും ആയിട്ടുള്ള പ്ലാന്റിനെ സെലക്ട് ചെയ്തു. നാലാമത് പോട്ട് ഷേപ്പ്, ഇൻഫ്ലേറ്റഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റിനെ തിരഞ്ഞെടുത്തു. അടുത്ത പോട്ട് കളർ, അതിൽ ഗ്രീൻ ആൻഡ് യെല്ലോ പോഡായിരുന്നു തിരഞ്ഞെടുത്തത്. അത് 6th ആയിട്ട് വരുന്നത് സീഡ് ഷേപ്പ്, റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. 7th ആയിട്ട് വന്നത് സീഡ് കളർ ആൻഡ് വരുന്നത്, അതിനകത്ത് കോൺട്രാസ്റ്റിംഗ് ഫീച്ചർ ആയിട്ട് വന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ. അപ്പൊ ഈ 7 കോൺട്രാസ്റ്റിംഗ് ഫീച്ചറുകളിലായിരുന്നു മെന്റലിന്റെ എക്സ്പെരിമെന്റുകളെല്ലാം തന്നെ നടന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് മെന്റൽ നടത്തിയ എക്സ്പെരിമെന്റ് അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് മോണോ ഹൈബ്രിഡ് ക്രോസിംഗ് ആയിരുന്നു. മോണോ ഹൈബ്രിഡ് ക്രോസിംഗ് എക്സ്പെരിമെന്റ് ആയിരുന്നു മെന്റല് ആദ്യം നടത്തിയ എക്സ്പെരിമെന്റ്. മോണോ എന്ന് പറഞ്ഞാൽ 1, ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈബ്രിഡ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിഫറെന്റ് ആയിട്ടുള്ള 2 ബ്രാഞ്ചുകളെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോജനി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് എന്ന് പറയുന്നത്. An individual produced by the mating of genetically unlike parents. ജനറ്റിക്കലി അൺലൈക്ക് ആയിട്ടുള്ള 2 പേരൻസിനെ തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് പ്രോജനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ്. അപ്പൊ ജനറ്റിക്കലി ഡിഫറൻസ് കാണിച്ചത് എത്ര ക്യാരക്ടറിലാണ്? ഒരേ ഒരു ക്യാരക്ടറിനകത്ത്. അപ്പൊ സിംഗിൾ ക്യാരക്ടറിലാണ് ഡിഫറൻസ് കാണിച്ചത്. അങ്ങനെ കിട്ടിയ പ്രോജനി, അങ്ങനെ ചെയ്ത ക്രോസിംഗ്, സിംഗിൾ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്ത് നടത്തുന്ന ക്രോസിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിംഗിൾ ക്യാരക്ടറായിട്ട് നമ്മൾ ഈ എടുത്ത് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകളിൽ ഏത് വേണമെങ്കിലും എടുത്ത് നമുക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യമായിട്ട് അതിനകത്ത് എക്സ്പെരിമെന്റ് നടത്തിയത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, സ്റ്റെം ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസിംഗിൽ അദ്ദേഹം സെലക്ട് ചെയ്തത്. അപ്പോഴ് നമ്മൾ ആ ഒരു ക്രോസിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ക്രോസിംഗിൽ ഉപയോഗിച്ച 1-2 ടേംസ് നമുക്ക് അതിനു മുമ്പ് പരിചയപ്പെടാനായിട്ടുണ്ട്. മെന്റല് 7 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാരക്ടർ? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ഫീച്ചറിനെയാണ്, ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാരക്ടർ. അങ്ങനെയുള്ള ക്യാരക്ടറിനകത്ത് മെന്റൽ ഉപയോഗിച്ചൊരു വാക്കുണ്ടായിരുന്നു, ട്രെയ്റ്റ്. An inherited character is called a trait. പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന, പാരമ്പര്യമായി പകർന്നു കൊടുക്കുന്ന സ്വഭാവങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്ന ട്രെയ്റ്റ് എന്ന മെന്റല് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതൊരു സ്വഭാവവും ഒരു ജീവിയില് പ്രകടമായി വരണമെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളത് നമുക്ക് മെന്റൽ ഉപയോഗിച്ച വാക്ക് ഫാക്ടർ എന്നുള്ള വാക്കായിരുന്നു.
എ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഏതൊരു ഓർഗാനിസത്തിലും ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്ത് വരണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം. സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടർ എന്ന് പറയുന്ന ടേം അന്നത്തെ കാലത്ത് ഫാക്ടർ എന്ന് മാത്രമേ പറയാൻ മെന്റലിന് അറിയത്തുള്ളായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്ത് വരുന്നതിന് വേണ്ടുന്ന ആ ഫാക്ടർ എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാം. കാരണം നമ്മൾ ജെനറ്റിക്സിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ആളുകളാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു ജീവിയിലും ഒരു സ്വഭാവം പ്രകടമായി വരണമെങ്കിൽ, എക്സ്പ്രസ് ചെയ്ത് വരണമെങ്കിൽ ആ ജീവിക്ക് എ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ജീൻ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എന്താണ്, ജീനാണ്. ആ ജീൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ജോഡി ജീനുകൾ ഉണ്ടായിരിക്കണം ഒരു സ്വഭാവം പ്രകടമായി വരണമെങ്കിൽ. അപ്പൊ ആ ജീൻ, അപ്പൊ ഈ ജീൻ എന്താണ്? ഫാക്ടർ അഥവാ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാക്ടർ അഥവാ ജീൻ? ജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ജീൻ എന്താണ്. സെഗ്മെന്റ് ഓഫ് DNA that determines a particular trait. ഒരു പർട്ടിക്കുലർ ട്രീറ്റ് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ഒരു സ്വഭാവത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന DNA-യുടെ ഭാഗമാണ് നമ്മൾ എന്താ പറയുന്ന ജീൻ. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് എ സെഗ്മെന്റ് ഓഫ് DNA that determine a particular trait. അപ്പൊ ആ ജീനിനെയാണ് മെന്റൽ ഏത് പേരിൽ വിളിച്ചത്? ഫാക്ടർ എന്നുള്ള പേരിൽ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ജീൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും നമ്മള് മെന്റൽ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത ചെടി പ്യുവർ പ്ലാന്റ് ആയിരുന്നു. പ്യുവർ പ്ലാന്റ്. പ്യുവർ പ്ലാന്റ്. പ്യുവർ പ്ലാന്റ് എന്ന് പറഞ്ഞാല് എത്ര തലമുറ കഴിഞ്ഞാലും ഏത് ക്യാരക്ടറാണോ നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്, ആ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടർ എത്ര തലമുറ കഴിഞ്ഞാലും ആ ജീവിയുടെ തലമുറകൾ അതേ സ്വഭാവം തന്നെ കാണിക്കുക. ഇപ്പൊ ഏതെങ്കിലും സ്വഭാവം നമ്മൾ പരിഗണിച്ചു, ആ പരിഗണിച്ച സ്വഭാവം എത്ര തലമുറ കഴിഞ്ഞാലും അതിന്റെ ഓഫ്സ്പ്രിങ്സുകൾ അതേ ക്യാരക്ടർ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെ വരുന്ന ചെടികളെ നമ്മൾ എന്തെന്ന് പറയും? പ്യുവർ പ്ലാന്റ്സ് എന്ന് പറയും. അപ്പൊ പ്യുവർ പ്ലാന്റ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. അപ്പൊ പ്യുവർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വേറെ ടേം യൂസ് ചെയ്യുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റുകൾ. ഹോമോസൈഗസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏതൊരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഈ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ജീൻസ്, എ പെയർ ഓഫ് ജീൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന ജീനുകള്, ഒരു ജീവിയുടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ആ രണ്ട് ജീനുകള്, ഒന്ന് അച്ഛനിൽ നിന്ന് കിട്ടുന്നു, ഒന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ വരുന്ന ആ ജീനുകള് സിമിലർ ആയിട്ടുള്ള ജീനുകളാണ് എങ്കിൽ, അങ്ങനെ വരുന്ന ജീനുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ജീനുകളുള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോമോസൈഗസ്. അപ്പൊ ഹോമോസൈഗസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ദ കണ്ടീഷൻ ഇൻ വിച്ച് ക്രോമസോംസ് ക്യാരീസ് സിമിലർ അലീൽസ് ഫോർ എ ക്യാരക്ടർ. സിമിലർ അലീൽസ് ഫോർ എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ ജീനുകൾ, ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കാരണമായ ആ ജീനുകള് സിമിലർ ആയിരിക്കുക. എ സെറ്റ് ഓഫ് ജീൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ രണ്ട് ജീനും സിമിലർ ആയിരിക്കുക. അപ്പൊ നമ്മള് ആ ജീനിനെ നമ്മള് സിമിലർ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ ടേം ആണ് ഹോമോസൈഗസ്. ഇനി ഒരു ഓർഗാനിസത്തില് ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ജീനുകള് ഡിസിമിലർ ആണ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹെറ്ററോസൈഗസ്. ഹെറ്ററോസൈഗസ്. അപ്പോഴ് ഈ ഹോമോസൈഗസ് ആയിട്ടുള്ള ജീനുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് സിമിലർ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ക്രോമസോമിലാണ് ജീനുള്ളത് നമുക്കറിയാം. ആ ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകള് സെയിം ലോക്കസ് എന്ന് പറഞ്ഞാൽ ജീൻ ഇരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരേ കണക്കുള്ള ഒരേ ലോക്കസില് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ജീനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഒരു ടേം ഞാൻ ഹോമോസൈഗസിൽ പറഞ്ഞായിരുന്നു, സിമിലർ
അലീൽസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ജീനിനെ നമ്മൾ അലീൽസ് എന്ന് പറയുന്നുണ്ട്. ഹോമലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകളുടെ സെയിം ലോക്കസിൽ കാണപ്പെടുന്ന ജീനുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അലീൽസ് എന്ന് പറയുന്നു. അലീൽസ്. അപ്പോഴ് മെൻഡൽ തെരഞ്ഞെടുത്ത ഹോമോസൈഗസ് ആയിട്ടുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഹൈറ്റ് ഓഫ് ദ സ്റ്റെം സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഹോമോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെയും ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് പ്ലാന്റിനെയുമായിരുന്നു എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ടോൾ ആൻഡ് ഡോർഫ്, നീളം കൂടിയ പയർ ചെടിയെയും നീളം കുറഞ്ഞ പയർ ചെടിയെയും. നീളം കൂടിയ പയർ ചെടിക്ക് ആ ഒരു ടോൾനെസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള കാരണം a set of factors. ആ സെറ്റ് ഓഫ് ഫാക്ടേഴ്സിന്റെ പ്രത്യേകത സെയിം ലോക്കസിൽ കാണപ്പെടുന്ന ഹോമലോഗസ് ക്രോമസോമുകളുടെ സെയിം ലോക്കസിൽ കാണപ്പെടുന്ന ജീനുകളാണത്. ടോൾനെസ്സിന് കാരണമായിട്ടുള്ളത് സെയിം ലോക്കസിൽ കാണപ്പെടുക. അപ്പൊ ആ ഫാക്ടറുകൾ ഇരിക്കുന്നത് സെയിം ലോക്കസിലായിരിക്കും, സിമിലർ ആയിരിക്കും, ഒരേ കണക്കുള്ള രണ്ട് ജീനുകളായിരിക്കും അത് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഹോമലോഗസ് ആയിട്ടുള്ള ജീനുകളെയാണ് നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത ടോളും ഡോർഫും. ഓക്കെ, അപ്പോഴേ ഹോമോസൈഗസ് പ്ലാന്റിനെ തിരഞ്ഞെടുത്തു. അതിനകത്ത് വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടറിന് കാരണമായ ജീൻ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഓർഗാനിസത്തിൽ എന്താണോ, ഇപ്പൊ നമ്മൾ ടോളിന് കാരണമായ ആ ചെടിയിൽ കാണപ്പെടുന്ന ജീനുകൾ, അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും. That genetic constitution is called genotype. ടോളിന് കാരണമായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് ജീനുകളാണെന്ന് നമ്മൾ പറഞ്ഞോ. ആ രണ്ട് ജീനുകള് ഒന്ന് ക്യാപിറ്റൽ ടി, അതേ കണക്കുള്ള സിമിലർ, കാരണം ഹോമോസൈഗസ് ആണ് പ്ലാന്റ്, ക്യാപിറ്റൽ ടി. This genetic constitution represent tolerance. അപ്പൊ this genetic constitution is called genotype. അപ്പൊ ടോളിന്റെ ജീനോടൈപ്പ് ആണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ രണ്ട് ജീനുകളും ഹോമോലോഗസ് ആയിട്ടുള്ള പ്ലാന്റിൽ വരുമ്പോഴത്തേക്ക് സിമിലർ ആയിട്ടുള്ള ക്യാപിറ്റൽ ടി കാണുന്നു. അതാണ് അതിന്റെ ടോളറൻസിന് കാരണം. ഇനി ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കാണപ്പെടുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഹോമോസൈഗസ് ഡോർഫ്. അപ്പൊ നമ്മൾ ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. കാരണം രണ്ട് ജീനുകൾ വരണം, ടി എന്ന് പറയുന്ന രണ്ടെണ്ണം വരണം, സിമിലർ ജീൻസുകൾ വരണം. അതെ, സിമിലർ ആയിട്ടുള്ള രണ്ട് ജീനുകൾ വന്നാലേ ഹോമോസൈഗസ് ആകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് പ്ലാന്റിനകത്ത് രണ്ട് സ്മോൾ ടി കയറി വരുന്നുണ്ട്. അപ്പൊ അത് ഡോർഫിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത് ഡോർഫ് പ്ലാന്റിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് എ recessive dwarf plant. This is the genotype of tall plant and this is the genotype of dwarf plant. അപ്പൊ ജീനോടൈപ്പ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഇതിനകത്തൂടെ നോക്കി. എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളപ്പോ ഇത്രയും വാക്കുകൾ ഫാക്ടർ, മെന്റൽ പറഞ്ഞ ഫാക്ടർ എന്ന് പറയുന്ന എന്താണ്, ആ ഫാക്ടറിനെയാണ് നമ്മൾ ഇപ്പോൾ ജീൻ എന്നുള്ള ടേമിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്യുവർ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഒരേ സ്വഭാവം എക്സിബിറ്റ് ചെയ്യുന്ന ചെടികളെയാണ് നമ്മൾ പ്യുവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എത്ര ജനറേഷൻ കഴിഞ്ഞാലും അത് അതേ കണക്ക് ആ സ്വഭാവം ചെടിയിൽ കാണുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പ്യുവർ പ്ലാന്റ് എന്ന് പറഞ്ഞു. അടുത്ത ഹോമോസൈഗസ് നമ്മൾ ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ജീനുകളും സിമിലർ ആയിരിക്കുക, ഐഡന്റിക്കൽ അഥവാ സിമിലർ ആണ് എങ്കിൽ അങ്ങനെയുള്ള ചെടിയെ നമ്മൾ ഹോമോസൈഗസ് എന്ന് പറഞ്ഞു. ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റുകളില് ഹോമലോഗസ് ക്രോമസോമുകളില്, ഹോമലോഗസ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ജോഡികളാകുന്ന, നമ്മളില് ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് 23 പെയേഴ്സ്. 23 പെയേഴ്സിൽ നമ്മൾ ഒരു ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മനുഷ്യന്റെ സെല്ലിനകത്ത് കാണപ്പെടുന്ന 46 ക്രോമസോമുകളെ നമ്മൾ 23 ജോഡികളാണെന്ന് പറഞ്ഞു.
ഒന്നാമത്തെ ജോഡി, രണ്ടാമത്തെ ജോഡി, മൂന്നാമത്തെ ജോഡി, അങ്ങനെ 23 ജോഡി. അങ്ങനെ വരുന്ന ജോഡികളായിട്ട് കാണപ്പെടുന്ന പെയറിംഗ് ചെയ്യുന്ന ക്രോമസോമുകളാണ്. പെയർഡ് ക്രോമസോംസ് ആർ കാൾഡ് ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പൊ അങ്ങനെ വരുന്ന ഹോമോലോഗസ് ക്രോമസോമുകളുടെ സെയിം ലോക്കസിൽ കാണപ്പെടുന്ന സ്ഥലം ഒരേ കണക്കിരിക്കും, ഒരേ സ്ഥലത്ത് വരിക. സെയിം ലോക്കസിൽ വരുന്ന സിമിലർ ആയിട്ടുള്ള ജീനുകൾ കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹോമോസൈഗസ് പ്ലാന്റ് എന്ന് പറയും. ഹെറ്ററോസൈഗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കാണപ്പെടുന്ന രണ്ട് ജീനുകളും ഡിസിമിലർ ആയിരിക്കും. ഡിസിമിലർ ആയിട്ടുള്ള ജീനുകളാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ രണ്ട് ഫാക്ടർ ഉണ്ട്, പക്ഷെ ആ രണ്ട് ഫാക്ടേഴ്സും ഡിസിമിലർ ആണ് എങ്കിൽ അതിനെ നമ്മൾ ഹെറ്ററോസൈഗസ് എന്നതാണ്. ഇനി അടുത്തൊരു ടേം നമ്മൾ പഠിച്ചത് ജീനോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ജീനോ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണോ ഒരു ചെടിയുടെ ക്യാരക്ടറിന് കാരണമായ ജീൻ, അതിന്റെ ഒരു ഘടന എന്താണോ, ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ, ദാറ്റ് ഈസ് കോൾഡ് ജീനോടൈപ്പ്. അപ്പൊ ഹോമോസൈഗസ് ഡോട്ട് പ്ലാന്റിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് സ്മോൾ ടി, സ്മോൾ ടി. അവിടെ നമ്മൾ അടുത്തൊരു ടേമിലേക്ക് നമ്മൾ പോവുകയാണ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് ഫീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്ലാന്റിനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ അതിന്റെ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹൈറ്റില് ആ ഒരു പ്ലാന്റിന് എക്സ്റ്റേണലി നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഹൈറ്റ് കൂടിയതാണോ അല്ലെങ്കിൽ ഹൈറ്റ് കുറവാണോ, നീളം കൂടിയതാണോ നീളം കുറവാണോ, ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീനോടൈപ്പ് എന്ന് പറയുന്ന ടേമിലേക്ക് പറയുന്നത്. The external appearance of an organism is called, or visible or physical appearance is called phenotype, and genetic constitution is called genotype. അവിടെ നമ്മൾ ഫാക്ടർ പറഞ്ഞു, ജീൻ പറഞ്ഞു, പ്യൂർ പ്ലാന്റ് പറഞ്ഞു, ഹോമോസൈഗസ് പറഞ്ഞു, ഹെറ്ററോസൈഗസ് പറഞ്ഞു, ജീനോടൈപ്പ് പറഞ്ഞു, ഫീനോടൈപ്പ് പറഞ്ഞു. ടേംസ് എല്ലാം നമ്മള് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ക്രോസിങ്ങിനകത്തേക്ക് നമുക്ക് പോകാം. ക്രോസിങ്ങിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിംഗ്, സിംഗിൾ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്രോസിംഗ്, അതിനുവേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത ആദ്യത്തെ ക്രോസിംഗ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, സ്റ്റെം ഹൈറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. സ്റ്റെം ഹൈറ്റിൽ വരുമ്പോഴത്തേക്ക് സ്റ്റെം ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ്, ഒരു ഓർഗാനിസത്തിന്റെ നീളം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് നീളത്തിൽ കാണപ്പെടുന്ന രണ്ട് വിപരീത ഗുണങ്ങളാണ്. ഏതെന്ന് പറയുന്നത്? ഒന്ന് ടോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡോർഫ് ആയിരിക്കും. ടോൾ ആൻഡ് ഡോർഫ് ആർ ദ കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ട്രെയ്റ്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോൾ വരുന്നുണ്ട്, ഡോർഫ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്രോസിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത് മോണോഹൈബ്രിഡ് ക്രോസിംഗ്. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് പേരന്റ് പ്ലാന്റ് ആയിട്ട് ഏത് ചെടിയെ വേണമെങ്കിലും നമുക്ക് എന്താക്കാം? മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ടോൾ പ്ലാന്റിനെ ഇപ്പൊ മെയിൽ ആയിട്ട് കൺസിഡർ ചെയ്തു, ഫീമെയിൽ ഡോർഫ് പ്ലാന്റിനെ നമ്മൾ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിലും ആകാം. അപ്പോഴ് ഒന്ന് മെയിലാണ്, ഒന്ന് ഫീമെയിലാണ്. അപ്പൊ ഈ ചെടികളിൽ നിന്ന് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് മോണോഹൈബ്രിഡ് ക്രോസിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗ്യാമീറ്റുകൾ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ക്രോസിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഗ്യാമീറ്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെൽ ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് സെൽ ഡിവിഷൻ? സെൽ ഡിവിഷൻ വരുമ്പോഴത്തേക്ക് മിയോസിസ് ആണ് അല്ലെ. ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സെൽ ഡിവിഷൻ മിയോസിസ് ആണ്. മിയോസിസ് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ക്രോമസോം സംഖ്യ എന്താണ്? അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഒരു ഓർഗാനിസത്തിനകത്ത് ഒരു സ്വഭാവത്തെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ മിയോസിസ് നടക്കുന്ന സമയത്ത് ഈ രണ്ട് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് അടുത്തായിട്ട് മാറും. അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സുകളായിട്ട് മാറും. അതാണ് ഒരു ജീൻ മാത്രം അല്ലെങ്കിൽ ഒരു ഫാക്ടർ മാത്രം ആ ഒരു ഗ്യാമീറ്റിനുള്ളിലേക്ക് കയറി പോകും. അപ്പൊ നമുക്ക് ടോൾ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റുകളെല്ലാം തന്നെ ക്യാപിറ്റൽ ടി ഉള്ള, രണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു ടി ഒരു ഗ്യാമീറ്റ് പോകുന്നു, അടുത്ത ടി അടുത്ത ഗ്യാമീറ്റ് പോകുന്നു, അങ്ങനെ ഗ്യാമീറ്റ് പോകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റുകളെല്ലാം തന്നെ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി ഉള്ള ഹാപ്ലോയിഡ്. കാരണം ഒറ്റ ഫാക്ടർ മാത്രമുള്ള, മിയോസിസ് നടക്കുന്നതോടെ ഒറ്റ ഫാക്ടറിലേക്ക് വരുന്നത്, ഒറ്റ ഫാക്ടർ മാത്രമുള്ള ഗ്യാമീറ്റ് ആയിരിക്കും വരുന്നത്.
നമ്മൾ ഗ്യാമീറ്റ് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ഇട്ട് കാണിക്കും. അതുപോലെ തന്നെ ഡോഫ് പ്ലാന്റിൽ വരുമ്പോഴത്തേക്ക് ഇതും സ്മോൾ ടി തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ആ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടലിയിൽ രണ്ട് ഗ്യാമീറ്റിലേക്ക് പോകുന്നു. എങ്ങനെയുള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എല്ലാ ഗ്യാമീറ്റിനകത്ത് എന്ത് വരുത്തേ ഉള്ളൂ? സ്മോൾ ടി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറേ കാണത്തുള്ളൂ. കാരണം ഇതും സ്മോൾ ടി ഇതും സ്മോൾ ടി. അപ്പോൾ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഗ്യാമീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ്സ് അവിടെ വന്നു. ഡാർക്ക് പ്ലാന്റിനകത്ത് സ്മോൾ ടി അടങ്ങിയ ഗ്യാമീറ്റ്സ് ഉണ്ട്, ടോൾ പ്ലാന്റിനകത്ത് ക്യാപിറ്റൽ ടി അടങ്ങിയ. അപ്പൊ ഈ രണ്ട് ഗ്യാമീറ്റുകൾ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ടോളിനെ ഡോഫിനെ നമ്മൾ പേരന്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു, പി പ്ലാന്റ്സ് അഥവാ പേരന്റ് പ്ലാന്റ്സ്. അതിൽ നിന്ന് ഗ്യാമീറ്റ്സ് ഉണ്ടായി. ഗ്യാമീറ്റുകൾ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ ചെയ്യിപ്പിച്ചു, ക്രോസ് ബ്രീഡിങ് ചെയ്യിപ്പിച്ചു. ക്രോസ് ബ്രീഡിങ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ ഈ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, ഇതാണ് ഇവരുടെ ആദ്യത്തെ തലമുറ, ഫസ്റ്റ് ജനറേഷൻ. അതിന് നമ്മൾ പറയുന്ന പേര് ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ അഥവാ F1 ജനറേഷൻ. F1 ജനറേഷൻ അഥവാ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ വരുന്നത്, ഫസ്റ്റ് ജനറേഷന്റെ പ്രത്യേകത നോക്കിക്കേ. ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. ഒരു ഗ്യാമീറ്റിന്റെ ക്യാപിറ്റൽ ടി മറ്റേ ഗ്യാമീറ്റ് വെച്ചുകൊണ്ട് സ്മോൾ ടിയോട് ചേർന്ന് രണ്ട് ഫാക്ടറും കൂടെ അടങ്ങിയ ഒന്നാണ് ആ തലമുറയിലുള്ള ആൾ കിട്ടിയത്. ക്യാപിറ്റൽ ടിയും കിട്ടി, സ്മോൾ ടിയും കിട്ടി. അപ്പോഴ് ഈ വിത്തുകള് ഒന്നാമത്തെ തലമുറയിൽ ഈ പയറുചെടി തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ച് കിട്ടിയ വിത്തുകൾ നെല്ലിട്ട് കിളർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടിയ, അദ്ദേഹം നോക്കി ചെടികളുടെ വലിപ്പം എങ്ങനെയുണ്ട്. കാരണം നീളം കൂടിയ ചെടിയെയും നീളം കുറഞ്ഞ ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് F1 തലമുറയിൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ വിത്തുകളെ കിളർപ്പിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവര് കാണിക്കുന്ന ക്യാരക്ടർ എന്താ നോക്കിയപ്പോഴത്തേക്ക് എന്താ കിട്ടിയ? ഫസ്റ്റ് ജനറേഷനിൽ വന്ന ചെടികളെല്ലാം തന്നെ ടോൾ പ്ലാന്റുകളായിരുന്നു, നീളം കൂടിയ ചെടികളായിരുന്നു. അപ്പൊ ഇതൊരു ടോളാണ്. ആ ടോളിന്റെ പ്രത്യേകത, അതിന്റെ ജീനോടൈപ്പും നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഇതും ടോൾ പ്ലാന്റ് ആണ്. ഇതിന്റെ ജീനോടൈപ്പും നമ്മൾ പഠിച്ചത് ഇപ്പൊ പറഞ്ഞത് എന്താണ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. വ്യത്യസ്തമായ ഈ രണ്ട് അലീൽസുകള്, ജീനുകള് ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിൽ ചേർന്ന് വന്നപ്പോഴത്തേക്ക്, ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് F1 ജനറേഷനില് പ്രകടമായി വന്ന സ്വഭാവം എന്തായിരുന്നു? അവിടെ ഈ ക്യാപിറ്റൽ ടിയുടെ സ്വഭാവമായിരുന്നു ആ ചെടിക്ക് പ്രകടമായി വന്നത്. ക്യാപിറ്റൽ ടിയുടെ സ്വഭാവം പ്രകടിപ്പിച്ചു. When two contrasting factors or alleles come together in the F1 generation, when two contrasting factors come together in the F1 generation, or two alleles, different alleles come together in the F1 generation, one allele is dominant over the other. നമ്മള് ടോളും ഡോഫും കൂടെ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് F1-ൽ വന്ന പ്രോജനി കാണിച്ച ട്രേറ്റ് ടോളിന്റെ ട്രേറ്റ് ആയിരുന്നു. അപ്പൊ ആ ടോളിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഡോഫിന് നമ്മള് ഈ ടോള് കാരണം മറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ അഥവാ റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ ഡോഫിനെ അപ്പൊ നമ്മള് റെസസീവ് ക്യാരക്ടർ എന്നും പറഞ്ഞു. ടോൾ ഈസ് ഡോമിനന്റ് ക്യാരക്ടർ ആൻഡ് ഡോഫ് ഈസ് recessive character. But when capital T and small t come together in the F1 generation, capital T is dominant over small t. Capital T is dominant over small t. അപ്പോൾ അവിടെ നമ്മൾ വേറെ രണ്ട് ടേമുകൾ കൂടെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡോമിനന്റ് ക്യാരക്ടർ. മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിംഗിൽ നമ്മൾ പഠിക്കുന്ന അടുത്ത ഒരു ക്യാരക്ടറാണ് ഡോമിനന്റ് ക്യാരക്ടർ. രണ്ടാമത് ഡോമിനന്റ് ക്യാരക്ടർ. അടുത്ത രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് ഏത് വരുന്നത്? ഒരു ടേം കൂടെ പഠിച്ചതാണ് റെസസീവ് ക്യാരക്ടർ. ഡോമിനന്റ് ക്യാരക്ടർ ആൻഡ് റെസസീവ് ക്യാരക്ടർ. ഡോമിനന്റ് ആൻഡ് റെസസീവ്. അപ്പൊ എന്താണ് ഡോമിനന്റ് എന്ന് പറഞ്ഞത്? ഡോമിനന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് when two contrasting characters come together in the F1 generation, one character is dominant over the other character.
അപ്പോൾ that expressed character is called dominant character and the suppressed character is called recessive character. But dominant character, the character which is expressed in heterozygous condition, ഈ heterozygous condition വരുമ്പോഴത്തേക്ക് F1 ൽ express ചെയ്ത് വരുന്ന ക്യാരക്ടറിനെ in heterozygous condition, this is a heterozygous condition കാരണം the two alleles are different, two factors are dissimilar. So in heterozygous condition, one factor is expressed. That expressed expression is called, the character which is expressed in heterozygous condition or in F1 generation is called dominant character. അടുത്ത വരുമ്പോഴത്തേക്ക് heterozygous conditionൽ തന്നെ the character which is suppressed, the suppressed character is called recessive character. The character which is suppressed in the F1 generation is called recessive character and the character which expressed in the heterozygous condition or F1 generation is called a dominant character. അപ്പോൾ പ്രകടമായി വരുന്ന സ്വഭാവത്തിനെ പ്രകട സ്വഭാവമെന്നും മറഞ്ഞിരിക്കുന്ന സ്വഭാവത്തിനെ ക്യാപിറ്റൽ ടിയുടെ പ്രസൻസ് കൊണ്ട് മറഞ്ഞിരിക്കുന്ന സ്മോൾ ടിയുടെ സ്വഭാവത്തിന് നമ്മൾ സപ്രസ്ഡ് ക്യാരക്ടർ അഥവാ റെസസീവ് ക്യാരക്ടർ എന്നും പറയും. അപ്പൊ നമ്മള് ഇത്രയും ടേംസ് ആണ് മോണോഹൈബ്രിഡ് ക്രോസിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഠിച്ചു വരുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടർ, അതിനെ നമ്മൾ പിന്നീട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പ്യുവർ പ്ലാന്റ് ആയിരുന്നു സെലക്ട് ചെയ്തത്. ഹോമോസൈഗസ് കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, ഹെറ്ററോസൈഗസ് എന്താണെന്ന് നോക്കി. അതിനകത്ത് നമ്മൾ ജീനോടൈപ്പ് എന്താണെന്ന് പറഞ്ഞു, ദെൻ ഫിനോടൈപ്പ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം എഫോർഡിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ഡോമിനന്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എഫോർഡിനെ തന്നെ സെൽഫിംഗ് നടത്തി. സെൽഫ് പോളിനേഷൻ നടത്തുക. സെൽഫ് പോളിനേഷൻ നടത്തുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണ്? ഇത് തന്നെയാണ് മെയിൽ പ്ലാന്റ്, അത് തന്നെയാണ് ഫീമെയിൽ പ്ലാന്റ്. ആ ചെടിയിൽ തന്നെയാണ് സെൽഫ് പോളിനേഷൻ നടത്തിയത്. അപ്പൊ പേരന്റ് പ്ലാന്റ്സ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ആ ചെടി തന്നെയാണ് വരുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ ഒരു ചെടി അല്ലേ, ആ സെയിം ചെടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫീമെയിൽ ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിനകത്ത് നമ്മൾ സെൽഫിംഗ് നടത്തി. സെൽഫിംഗ് നടത്തുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഗ്യാമീറ്റുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയാണ് വരുന്നത് അല്ലെ. ഇതാണ് ഒരു ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റിനകത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിനകത്ത് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാമീറ്റ്സുകൾ മിയോസിസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഗ്യാമീറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ ടി ഒരു ഗ്യാമീറ്റിനുള്ളിൽ പോകുന്നു, സ്മോൾ ടി ഒരു ഗ്യാമീറ്റിനുള്ളിൽ പോകുന്നു. മെയിൽ പ്ലാന്റിന് two types of gametes are produced in male plant and also two types of gametes are produced in female plant. രണ്ട് മെയിലും ഫീമെയിലും സെയിം പ്ലാന്റ് തന്നെ. But two types of eggs are produced and two types of pollen grains are produced. ചില pollen grains വരുമ്പോൾ ക്യാപിറ്റൽ ടി ആയിരിക്കും, ചിലതിനകത്ത് വരുമ്പോഴത്തേക്ക് ആ ഫാക്ടർ സ്മോൾ ടി ആയിരിക്കും. ചിലതിനകത്ത് അതുപോലെ തന്നെ എഗ് എടുക്കുമ്പോഴത്തേക്കും ചിലത് ക്യാപിറ്റൽ ടി ആണോ, ചിലത് വരുമ്പോഴത്തേക്ക് സ്മോൾ ടി. അപ്പൊ ഇതിന് നമ്മള് ഇവരുടെ ക്രോസിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എളുപ്പമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ഏത് വരുന്നത്? ചെക്കർ ബോർഡ് അഥവാ പുനറ്റ് സ്ക്വയർ വരുന്നത്. ചെക്കർ ബോർഡ് അഥവാ പുനറ്റ് സ്ക്വയർ. അപ്പൊ നമ്മള് ആ ഒരു പുനറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രിഡ് ആണ്. എ ഗ്രിഡ് ദാറ്റ് എനേബിൾസ് ടു കാൽക്കുലേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ജനറ്റിക് ക്രോസസ്. ജനറ്റിക് ക്രോസുകൾ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു ഗ്രിഡ്. അപ്പൊ ജനറ്റിക് ക്രോസുകളെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു പുനറ്റ് സ്ക്വയർ അഥവാ ചെക്കർ ബോർഡ് നിർമ്മിച്ചത് RC പുനറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പുനറ്റ് സ്ക്വയർ വഴിയിട്ടാണ് നമ്മൾ ആ ഒരു ക്രോസിംഗ് ചെയ്യുന്നത്. അപ്പൊ പുനറ്റ് സ്ക്വയർ നമ്മൾ വരയ്ക്കുമ്പോഴും ഇവിടെ കിട്ടിയ അലീൽസുകള് ഗ്യാമീറ്റ്സ് വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി, ഇവിടെ വരുമ്പോഴത്തേക്ക് സ്മോൾ ടി, pollen grains വരുമ്പോഴത്തേക്ക് ഇനി എഗ് വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ
ഇവിടെ ക്യാപിറ്റൽ ടിയും കൂടെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും വരുമ്പോൾ നമ്മൾ ഡോമിനന്റ് അലീലിനെ ആദ്യം എടുത്തു. ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, ദെൻ സ്മോൾ ടി. ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ F2 ജനറേഷനിൽ വരുന്ന പ്ലാന്റ്സ്. F2 ജനറേഷൻ അഥവാ രണ്ടാമത്തെ സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ അഥവാ രണ്ടാമത്തെ ജനറേഷനിൽ വരുന്നത് ഏതൊക്കെയാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ഇതിനകത്ത് ക്യാപിറ്റൽ ടി വരുമ്പോഴത്തേക്ക് ഹോമോസൈഗസ് ആയിട്ടുള്ള സിമിലർ അലീൽസുകൾ കാണപ്പെടുന്ന ഡോമിനന്റ് പ്ലാന്റ്, സിമിലർ അലീൽസുകൾ കാണപ്പെടുന്ന ഹോമോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റും, ഇവിടെ വരുമ്പോഴത്തേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അലീൽസുകൾ കാണപ്പെടുന്ന ഡിസിമിലർ അലീൽസുകൾ കാണപ്പെടുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റും. ഇതും അതുപോലെ തന്നെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ്, ഇത് വരുമ്പോഴത്തേക്ക് ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് പ്ലാന്റ്. അപ്പൊ അത് നമ്മള് അതിന്റെ ഒരു ജീനോടൈപ്പ് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് F2 കിട്ടിയ പ്ലാന്റുകളുടെ ജീനോടൈപ്പ് എഴുതുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ടി വരുന്ന ഹോമോസൈഗസ് ടോൾ ഒരെണ്ണം, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ രണ്ടെണ്ണം, ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് ഒരെണ്ണം. But genotype of the F2 generation is 1:2:1. F2 ന്റെ genotypic ratio വരുമ്പോഴത്തേക്ക് 1:2:1. 1 homozygous dwarf, 2 വരുമ്പോഴത്തേക്ക് heterozygous dwarf and 1 homozygous ആയിട്ടുള്ള dwarf വരുന്നത്. Total 4 plants അതിനകത്ത് വരുമ്പോഴത്തേക്ക് 1:2:1. പക്ഷെ അതിന്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഫിനോട്ടിപ്പിക് ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അഥവാ ഫിസിക്കൽ ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, എക്സ്റ്റേണൽ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് 3 പ്ലാന്റുകൾ വലുതും 1 പ്ലാന്റ് വരുമ്പോഴത്തേക്ക് ചെറുതുമാണ് വരുന്നത്. 3 plants are tall and 1 plant is dwarf. അപ്പൊ 3:1 is the phenotypic ratio and 1:2:1. 1:2:1 is the genotypic ratio. അപ്പൊ നമുക്ക് F2 ന്റെ ഫിനോടൈപ്പും ജീനോടൈപ്പും നമ്മൾ കണ്ടു. F1 ന്റെ ജീനോടൈപ്പ് നമ്മൾ എന്താണെന്ന് കണ്ടു അല്ലേ? അതിന്റെ ഒരു ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. F1 വരുമ്പോ എല്ലാം ടോളാണ്, ഉണ്ടാകുന്ന ചെടികളെല്ലാം തന്നെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോളാണ്. F2 വരുമ്പോഴത്തേക്ക്, സെക്കൻഡ് ഫിലിയലിലേക്ക് വരുമ്പോഴത്തേക്ക് 3 പ്ലാന്റുകൾ ടോളായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം ഹോമോസൈഗസ് ആയിട്ടുള്ള ടോളും 2 ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോളും 1 വരുമ്പോഴത്തേക്ക് ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫുമാണ്. അപ്പൊ ഇങ്ങനൊരു എക്സ്പെരിമെന്റിൽ ആണ് ഗ്രിഗർ മെന്റൽ മോണോഹൈബ്രിഡ് ക്രോസിംഗിൽ ചെയ്തത്. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം 2 ലോയിലേക്ക് എത്തി. ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വരുമ്പോഴത്തേക്ക് 2 ലോയിലേക്ക് വന്നു. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ആ 2 ലോയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഇത് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തേക്കുള്ള ക്ലാസ് ഇത്രയായിട്ട് നിർത്താം.